Ministries. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக இணைந்து ஜெபிக்கிற ஊழியர்கள், யூடியூப் சேனல் வாயிலாக செய்தியை கேட்கிற ஊழியர்கள் மற்றும் தேவ பிள்ளைகள் யாவருக்கும் அன்பின் வாழ்த்துக்கள். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம்மை வெற்றி சிறக்க பண்ணுவார் என்பதை உறுதிப்படுத்துகிறேன். தேவனாகிய கர்த்தருடைய கிருபையினாலே கடந்த 4 மாதங்களை கடந்து வந்திருக்கிறோம். சூழ்நிலைகள் நம்மை எத்தனையோ விதங்களிலே சோர்வுக்குள் படுத்தியிருக்கலாம். ஆனாலும் அவை எல்லாவற்றையும் ஜெயிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். அவருடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் கடந்த 4 மாதங்களில் இருந்தது போல இந்த 5வது மாதத்திலேயும் உங்களோடும் உங்கள் குடும்பங்களோடும் உங்கள் ஊழியங்களோடும் இருக்க வேண்டும் என்று ஆசீர்வதிக்கிறேன். தேவனாகிய கர்த்தர் நம்மை கொண்டு இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. தேவனுடைய ஆசீர்வாதங்களை நாம் ஜெபித்து பெற்றுக்கொள்வோம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കൂടി വരുവാൻ ദൈവം കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നമ്മെ എത്രത്തോളം അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ഹൂ സീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ തോമസ് അവറുകളെയും തൻ്റെ കുടുംബത്തെയും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന തൻ്റെ എല്ലാ ടീമംഗങ്ങളെയും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുകയാണ്. നമ്മളെ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ കാരണമായി തീർന്നിരിക്കുന്നത് തൻ്റെ ശുശ്രൂഷകളും തൻ്റെ മിനിസ്ട്രിയുമാണ്. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പ്രഭാതത്തിലെ വചന ധ്യാനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം ആണ്. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിച്ചിരിക്കുന്ന ഈ വചനം നമുക്ക് കേട്ടാൽ സ്തോത്രം, ഇതെങ്ങനെ ആണ് താൻ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞ വാക്യമാണ് താൻ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, അത് എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സ്തോത്രം. ദൈവം യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ തന്നോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അതും നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം ശുശ്രൂഷയിൽ അതിശക്തമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ശുശ്രൂഷകനാണ്, ഒരു ദൈവദാസനാണ്, ഒരു അപ്പസ്തോലനാണ്. പ്രൈസ് ദി ലോർഡ്.
തൻ്റെ ശുശ്രൂഷയുടെ ആധിക്യം, തനിക്ക് പുതിയ നിയമസഭയെക്കുറിച്ചുള്ള ഏറ്റവും അധികം വെളിപ്പാടുകൾ ദൈവം നൽകിയത് മറ്റ് അപ്പസ്തോലന്മാർക്കല്ല. പ്രൈസ് ദി ലോർഡ്. അത് പൗലോസ് അപ്പസ്തോലനിലൂടെയാണ് സഭയ്ക്ക് ദൈവം അത് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്തോത്രം. ആദ്യത്തെ 12 പേരിൽ താൻ ഉൾപ്പെടുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, 12-മനായി ദൈവം ഉൾപ്പെടുത്തിയത്, ദൈവത്തിന് സ്തോത്രം, എൻ്റെ വിശ്വാസമാണ് അത് പൗലോസ് അപ്പോസ്തലനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു ദുരുപദേശമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. സ്തോത്രം. കാരണം മറ്റ് അപ്പസ്തോലന്മാരെ പോലെ അത്യധ്വാനം ചെയ്ത ഒരു കർത്താവിൻ്റെ ദാസനാണ് പൗലോസ് അപ്പോസ്തലൻ. താൻ ദൈവത്തിൻ്റെ, ഇവിടെ പറയുന്ന പശ്ചാത്തലം ഇതാണ്, താൻ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളമുള്ള അനവധി വെളിപ്പാടുകൾ, മറ്റ് അപ്പസ്തോലന്മാർക്ക് ലഭിക്കാതിരുന്ന അനവധി വെളിപ്പാടുകൾ തനിക്ക് ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. എന്താണ് ദൈവസഭ? എന്താണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ? എന്താണ് നിത്യത? പ്രൈസ് ദി ലോർഡ്. മരണാനന്തര അവസ്ഥകൾ, സഭയുടെ ഉപദേശങ്ങൾ, എങ്ങനെ വ്യക്തികൾ പെരുമാറണം എന്ന് ഇത്യാദിയുള്ള ദൈവസഭയെക്കുറിച്ചുള്ള വലിയ വെളിപ്പാടുകൾ പൗലോസ് അപ്പോസ്തലന് ദൈവം നൽകി കൊടുത്തു. അത് മറ്റ് അപ്പോസ്തലന്മാർക്ക് അത് ദൈവം വെളിപ്പെടുത്തുവാൻ ദൈവം തുനിഞ്ഞില്ല. സ്തോത്രം. ദൈവം ഈ വെളിപ്പാടുകൾ നൽകുവാൻ പ്രസാദിച്ചത് പൗലോസ് അപ്പോസ്തലനെയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലനിൽ പ്രസാദിച്ചു. തനിക്ക് ദൈവം വിശ്വസ്തയോടെ ഫലമേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് സ്തോത്രം, ഈ ഇത്രമാത്രം വെളിപ്പാടുകൾ തനിക്ക് ദൈവം നൽകി കൊടുത്തു. മറ്റ് അപ്പസ്തോലന്മാർക്ക് ഇത് കൊടുത്തിട്ടില്ല. കൊടുക്കാതെ തനിക്കിത് നൽകി കൊടുത്തു കഴിഞ്ഞപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം, അതോടൊപ്പം തന്നെ തൻ്റെ മേൽ ഈ ശുശ്രൂഷയുടെ ആധിക്യത്തോടൊപ്പം തന്നെ ദൈവം എന്താ ചെയ്തത്? ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ തന്നെ, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളാണ് നമ്മളിവിടെ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിപ്പാൻ ഇടയായത്. വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെളിപ്പാടുകൾ തനിക്ക് ലഭിച്ചത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ ദൈവസന്നിധിയിൽ നിഗളിച്ചു പോകാതിരിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, സാത്താന് പറ്റിയ അതേ അനുഭവത്തിലേക്ക് താൻ പോകാതിരിക്കേണ്ടതിന്, നിഗളം തൻ്റെ ഉള്ളത്തിൽ വ്യാപരിക്കാതിരിക്കേണ്ടതിന് ദൈവം എന്താ ചെയ്തത്? സ്തോത്രം. നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എൻ്റെ ജഡത്തിൽ ദൈവം ഒരു കഷ്ടം തന്നിരിക്കുകയാണ്. അതെന്താണെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നില്ലെങ്കിലും, ഏതോ ഒരു രോഗമായിരിക്കാം, തൻ്റെ ശരീരത്തിന്മേൽ തന്നെ അസഹ്യപ്പെടുത്തുന്ന, വേദനപ്പെടുത്തുന്ന ഒരു രോഗമായിരിക്കാം. അത് തൻ്റെ ശരീരത്തിൽ വ്യാപരിപ്പാൻ ഇടയായി തീർന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? ഈ രോഗം വരാനുള്ള കാരണം എന്താ? തൻ്റെ ശുശ്രൂഷയുടെ ആധിക്യം മുഖാന്തരം താൻ നിഗളിച്ചു പോകരുത് എന്ന് ദൈവം കണ്ടിട്ട് തന്നെ താഴ്ത്തി നിർത്തുവാനായിട്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവം തനിക്ക് ഒരു ശൂലം തൻ്റെ ശരീരത്തിന്മേൽ ഏൽപ്പിച്ചു. അത് ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം, മറ്റെന്തെങ്കിലും അവസ്ഥയായിരിക്കാം. എന്താണ് നമുക്ക് കൃത്യമായി പറയുന്നില്ലെങ്കിലും അതിന് പൗലോസ് അപ്പോസ്തലൻ ആ ശൂലത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് എന്താണെന്ന് നോക്കുക. പ്രൈസ് ദി ലോർഡ്. ശൂലത്തെ തന്നിരിക്കുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കുക, എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ തന്നെ എന്ന് പറഞ്ഞാൽ ലിറ്ററലി സാത്താൻ ഇവിടെ വന്നു തന്നെ കുത്തിയെന്ന് അല്ല അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ശരീരത്തിൽ നേരിടുന്ന ഏത് പ്രശ്നവും, ദൈവകൃപയ്ക്ക് വെളിയിൽ നിൽക്കുന്ന ഏതൊരു പ്രശ്നവും താൻ കാണുന്നത് എന്താണ്? സ്തോത്രം, സാത്താന്റെ ആയുധമായിട്ട്, സാത്താന്റെ അവയവമായിട്ടാണ് താൻ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് താൻ പറയുകയാണ്, എന്താണെങ്കിലും എൻ്റെ ശരീരത്തിൽ എന്നെ കുത്തുവാൻ നിർത്തിയിരിക്കുന്നത് ഒരു വേദനയായിരിക്കാം, ഒരു അസ്വസ്ഥതയായിരിക്കാം, തൻ്റെ ബലഹീനതയായിരിക്കാം, ഒരു ഫിസിക്കൽ ഇന്നബിലിറ്റിയാണ്. അതെന്താണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നില്ലെങ്കിലും താൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാത്താന്റെ ഒരു ദൂതനെ തന്നെ കുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതെന്നെ വിട്ടുപോകേണ്ടതിന് ഞാൻ 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, ഈ അവസ്ഥ എന്താണെങ്കിലും താൻ ശരീരത്തിൽ അനുഭവിക്കുന്ന ക്ലേശം അത് എന്ത് തന്നെയാണെങ്കിലും 3 പ്രാവശ്യം താൻ ദൈവത്തോട് അപേക്ഷിച്ചു എന്നാണ് താൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 പ്രാവശ്യവും താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ഈ അസ്വസ്ഥത
അസ്വസ്ഥതകളെ ദൈവമേ ഒന്ന് നീക്കിത്തരണമേ. കാരണം തനിക്കത് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ എപ്പോഴാ ദൈവസന്നിധിയിൽ വരുന്നത്? ഒരു രോഗം, ഒരു ചെറിയ തലവേദനയോ ഒരു പനിയോ വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ ആധിക്യം മനസ്സിലാകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വീഴും. ദൈവമേ നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇത് 3 വട്ടം പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു. പക്ഷേ എന്താണ്? ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവം മറുപടിയും കൊടുത്തതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ മറുപടിയാണ് നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അവൻ എന്നോട്, ദൈവം പറയുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ യേശു പറഞ്ഞത്? ദൈവം പറഞ്ഞത് എന്താണ്? എൻ്റെ കൃപയാണ് നിനക്ക് വേണ്ടിയത്. നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ, നീ താങ്ങാൻ കഴിയാത്ത പ്രശ്നത്തിന്റെ മധ്യത്തിൽ, സ്തോത്രം, ഇത് എന്തുണ്ട്? നീ ഇത് നീങ്ങിപ്പോകണമെന്ന് ദൈവം, നിനക്കിത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും ദൈവം പറയുന്നത് എന്താണ്? നിനക്ക് വേണ്ടിയത് എൻ്റെ കൃപയാണ്. നിനക്ക് ഈ കഷ്ടതയുടെ മതിൽ ദൈവത്തിന്റെ ഈസി ആയിട്ട് ഒറ്റ വാക്കിൽ അതിനെ ശാസിച്ചകറ്റാം. ഒരു മറുപടി എന്ന നിലയിൽ താൻ അനേകരെ സൗഖ്യമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. തൻ്റെ കയ്യിലിരുന്ന റൂമാൽ ഒരു വ്യക്തിയുടെ ശരീരത്തിന്മേൽ ഇടുമ്പോൾ സ്തോത്രം, ഭൂതങ്ങൾ വിട്ടുപോകും, രോഗികൾ സൗഖ്യമാകുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഇത്രമാത്രം ശക്തമായ ശുശ്രൂഷ ചെയ്യുന്ന, ഇത്രമാത്രം ശക്തമായ വെളിപ്പാട് പ്രാപിച്ച ദൈവസഭയുടെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്ന ഈ ദൈവദാസൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുന്നതാണ്, ദൈവം ആ രോഗത്തിന് സൗഖ്യം കൊടുത്തില്ല, മറുപടി ദൈവം കൊടുത്തു, അത് അവിടെ ഇരുന്നു കൊള്ളട്ടെ. ഈ രോഗത്തിന്റെ മധ്യത്തിൽ, ഈ അവസ്ഥയുടെ മധ്യത്തിൽ, ഈ വേദനയുടെ മധ്യത്തിൽ നിനക്ക് എൻ്റെ കൃപ ധാരാളമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. നീ ബലഹീനനായിരിക്കുന്നു. നിന്റെ ശാരീരിക ക്ലേശം നിമിത്തം നീ ബലഹീനനായിരിക്കുന്നു. ആ ബലഹീനതയിൽ നിനക്ക് സൗഖ്യമല്ല ഞാൻ തരുന്നത്, എൻ്റെ കൃപ ധാരാളമായി നിന്റെ മേൽ പകർന്നു നൽകി തന്നിരിക്കുകയാണ്. നിനക്ക് താങ്ങാൻ കഴിയുന്ന ബലം നിനക്ക് നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനോട് സംസാരിക്കുന്ന വചനം. മറുപടിയാണ്. മറുപടി കിട്ടിയില്ലെന്നല്ല, സൗഖ്യമായില്ലെന്നാൽ ദൈവത്തിന്റെ വ്യക്തമായ മറുപടി തനിക്ക് ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. എന്താണ്? ആ കഷ്ടതയോടൊപ്പം അതിനെ താങ്ങുവാൻ, അതിനെ തരണം ചെയ്യുവാൻ, അതിനെ സഹായിപ്പാൻ തക്കവണ്ണമുള്ള ദൈവകൃപയുടെ ആഴം കൂടെ ദൈവം തനിക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത, സഹിപ്പാൻ കഴിയാത്ത വേദനയുടെ ആധിക്യത്തിൽ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അത് ദൈവത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സ്തോത്രം ഒരു പ്രശ്നമാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ പ്രശ്നത്തെ താങ്ങുവാൻ ആവശ്യമായ ദൈവകൃപയും നമ്മുടെ ജീവിതത്തിൽ ദൈവം പകർന്നു നൽകി തന്നിട്ടുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ദൈവം ഒരു കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ അനുവദിച്ച് ദൈവമല്ല കഷ്ടം വരുത്തുന്നത്. സാത്താന്റെ ദൂതൻ തന്നെയാണ്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ആർക്കും ഒരു ദോഷവും ദൈവം വരുത്തുന്നില്ല, ഒരു രോഗവും ദൈവം വരുത്തുന്നില്ല. മറിച്ച് എന്താണ്? സാത്താന്റെ ദൂതൻ തന്നെയാണ് വരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് നമുക്ക് രോഗമിട്ടത്, ദൈവമാണ് എനിക്ക് ആ കഷ്ടമിട്ടത്, ദൈവമാണ് എനിക്ക് ആ പ്രശ്നമിട്ടത് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ദൈവം ഒരു ദോഷവും ഒരു മനുഷ്യർക്കും ചെയ്യുന്നില്ല. പക്ഷെ ചില നിമിഷങ്ങളിലൊക്കെ ഇയ്യോബിനെ ദൈവം പരീക്ഷിച്ചതുപോലെ സ്തോത്രം, സാത്താനെ ദൈവം അനുവദിക്കും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ. സാത്താനാണ് ഇയ്യോബിനെ തകർത്ത് കളയുവാൻ, ശാരീരികമായും മാനസികമായും സമ്പത്തും ആരോഗ്യവും ബലവുമെല്ലാം തന്റെ തകർത്ത് കളയുവാനായിട്ട് സാത്താനാണ് തകർത്ത് കളഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം ഒരിക്കലും ദോഷം സംസാരിച്ചിട്ടില്ല. പിന്നെ ആരാണ്? ഇയ്യോബ് തെറ്റിദ്ധരിച്ചു, ഇയ്യോബിന്റെ ഭാര്യ തെറ്റിദ്ധരിച്ചു, തന്റെ സ്നേഹിതന്മാർ തെറ്റിദ്ധരിച്ചു. ഇതെല്ലാം ദൈവമാണ് അയച്ചത്, ദൈവമാണ് വരുത്തിയതെന്ന്. പക്ഷെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല, ദോഷവും വരുത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കുക, അവൻ പറഞ്ഞത് എന്താണ്? നിന്റെ ഈ ബലഹീനത നീക്കിക്കളയുന്നില്ല, മറിച്ച് എന്താണ്? ഈ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ഞാൻ പകർന്നു നൽകി തന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരൊറ്റ വാക്കിൽ ഒരു നിമിഷം കൊണ്ട് തൻ്റെ ബലഹീനത മാറ്റാൻ കഴിയുമെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഇത് ദൈവം അനുവദിച്ചത് കൊണ്ടാണ്. വരാൻ ദൈവം അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്താണ്? പ്രൈസ് ദി ലോർഡ് ഇവിടെ പറയുന്നു, സ്തോത്രം പറയുകയാണ്,
നിന്റെ മേൽ ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഇത് ദൈവം അനുവദിച്ചിട്ട് എൻ്റെ ശരീരത്തിന്മേൽ വന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈ ദൈവം അനുവദിക്കാതെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിന്മേൽ ഒരു രോഗമോ ഒരു പ്രശ്നമോ ഒന്നും കടന്നു വരത്തില്ല. പക്ഷെ ദൈവം സാത്താനാണ് ഇത് കൊണ്ടിട്ടിരിക്കുന്നത് എങ്കിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തനിക്ക് ഇതിന്റെ കാരണം മനസ്സിലായി, ദൈവത്തിന്റെ ഇടപെടൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ താൻ പറയുന്നത് എന്താണ്? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. തനിക്ക് എന്താ വേണ്ടിയത്? തൻ്റെ ബലഹീനതയല്ല, അതിനേക്കാൾ ഉപരിയായി തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുന്ന ചാലകം അല്ലെങ്കിൽ പ്രേരക ശക്തി എന്താണ്? ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ഞാൻ അത് അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് ഒരു പക്ഷേ തൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗം നിമിത്തം നേരെ ചൊവ്വേ എഴുന്നേറ്റ് നിന്ന് ഒരു ശക്തമായി ഒന്ന് പ്രസംഗിപ്പാനോ ഒന്ന് നടക്കുവാനോ ഒന്ന് ശ്വാസമെടുത്ത് സംസാരിപ്പാനോ കഴിയാത്ത ഒരു അനുഭവമാണെങ്കിൽ പോലും എന്താണ്, താൻ ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ബലവാനെ പോലെ നിന്നാണ് താൻ പലപ്പോഴും ശുശ്രൂഷിക്കുന്നത്. നമുക്ക് ദൈവദാസന്മാരായ നമുക്കറിയാം, കർത്താവേ ഞാൻ നാളെ എങ്ങനെ എൻ്റെ ബലഹീനതയിൽ ശുശ്രൂഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഹല്ലേലൂയ നാളത്തെ ശുശ്രൂഷ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു നിരന്തരം ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ചുമയുടെ രോഗം ബാധിച്ച ഒരു വ്യക്തി ഒരുപക്ഷെ ചിന്തിക്കും, കർത്താവെ നാളെ എങ്ങനെ ഞാൻ ശുശ്രൂഷിക്കും, ചുമയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ശുശ്രൂഷ കഴിയുന്നത് വരെ ഒരു പ്രാവശ്യം പോലും ചുമയ്ക്കാതെ ഇരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള അനുഭവമാണ്. ശുശ്രൂഷിക്കാൻ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി, നമ്മൾ വളരെ സൗഖ്യമുള്ളവനായി, ഒരു ബലഹീനതയും ഇല്ലാത്തവനായി ഹല്ലേലൂയ നമ്മൾ ശുശ്രൂഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒക്കെ നമ്മൾ കാണാറുണ്ട്. പ്രൈസ്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? എനിക്ക് എൻ്റെ പ്രശ്നമല്ല, ശാരീരിക പ്രശ്നമല്ല, മാനസിക സംഘർഷങ്ങളല്ല എൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന സ്തോത്രം ദൈവശക്തിയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. അതാണ് എനിക്ക് വേണ്ടിയത്, ദൈവകൃപയാണ് എനിക്ക് വേണ്ടിയത്. എൻ്റെ ഈ ബലഹീനതയിൽ സ്തോത്രം ഞാൻ പ്രശംസിക്കുന്നു. എനിക്ക് ഈ ബലഹീനതയുണ്ട്, എന്നാൽ അതിനപ്പുറത്തായിട്ട് എനിക്ക് ദൈവകൃപ ധാരാളമായിട്ടുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രഖ്യാപിക്കുന്ന തന്റെ വാക്കുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടമില്ലാഞ്ഞിട്ടല്ല, കഷ്ടമുണ്ട്, എന്നാൽ സ്തോത്രം ഇതെങ്ങനെ ഒന്നിച്ചു പോകും? നമ്മുടെ ബലഹീനതയും ദൈവത്തിന്റെ ശക്തിയും. പൗലോസ് അപ്പോസ്തലന്റെ ഫിലോസഫി നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത വാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായി തീർന്നിരിക്കുന്നു. അതെങ്ങനെ യോജിച്ചു പോകും? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനായിരിക്കുന്നു. സ്തോത്രം. തന്റെ ഫിലോസഫി, താൻ തന്റെ മനസ്സിനെ എങ്ങനെ പരുവപ്പെടുത്തിയെടുത്തു, എങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു നമ്മൾ ചിന്തിക്കുക. താൻ അവിടെ നിലവിളിക്കുകയല്ല, ആവലാതി പറയുകയല്ല, മറ്റുള്ളവരോട് താൻ സ്തോത്രം ആവശ്യമില്ലാത്ത വാക്കുകൾ സ്തോത്രം പറയുകയല്ല, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു വാക്കും നമ്മൾ പറയുകയല്ല ചെയ്യുന്നത്. ചിലരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വാക്ക് പറയുകയല്ല. സ്തോത്രം. പോസിറ്റീവും നെഗറ്റീവും ഒന്നും ദൈവത്തിനില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നതാണ് ദൈവഹിതമുള്ള വാക്കുകളോ ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകളോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രസാദമുള്ള വാക്കല്ലാതെ ദൈവം തന്റെ ജീവിതത്തിൽ ഇടപെട്ടതിന് ശേഷം ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ഒരു വാക്കുപോലും താൻ ഉരുവിട്ടിട്ടില്ലെന്ന് നമുക്കറിയാം. ഇയ്യോബിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇയ്യോബിനോട് പറഞ്ഞു, ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, അവർ എന്നെ കുറിച്ച് വിഹിതമല്ലാത്തത് സംസാരിച്ചിരിക്കുന്നു. ഇയ്യോബ് സംസാരിച്ചതുപോലെ വിഹിതമല്ലാത്തത് നിന്റെ സഹോദരന്മാർ, നിന്റെ സുഹൃത്തുക്കൾ നിന്നോട് സംസാരിച്ചു, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ പോലെ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ തന്റെ സുഹൃത്തുക്കൾ വന്ന് പറയുവാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇയ്യോബിന്റെ സൈക്കോളജി നമ്മളൊന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉണ്ടായിരുന്ന ഇയ്യോബ്, പ്രൈസ് ദി ലോർഡ്, തനിക്കെല്ലാം എന്താണ് കുറവുണ്ടായിരുന്നത്? തന്റെ ഭാര്യയുടെ സൈക്കോളജി
സൈക്കോളജി നമ്മൾ നോക്കുക, എന്താ കുറവുണ്ടായിരുന്നത്? ഒരു കുറവുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്തോത്രം, ഒരു നിമിഷം, ഒരു ദിവസം കൊണ്ട് സകലതും തകർന്ന്, മക്കൾ നഷ്ടപ്പെട്ടു, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം ക്ഷയിച്ചു, എല്ലാം ക്ഷയിച്ചിരിക്കുന്ന ഇയ്യോബിന്റെ സൈക്കോളജി നമ്മളൊന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ സ്തോത്രം താനും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് എനിക്കിത് വരുത്തിയത്. ഭാര്യ എങ്ങനല്ലേ ചിന്തിക്കുന്നത്? അതുകൊണ്ടല്ലേ പറഞ്ഞത് പോയി ആത്മഹത്യ ചെയ്ത് കളയുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞത്. അത്രമാത്രം തകർന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇയ്യോബിന്റെ ഭാര്യ അനുഭവിച്ചത്. തന്റെ കൂട്ടുകാരും തെറ്റിദ്ധരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. താൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനതയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ ബലഹീനനായിരിക്കുന്നു. ബലഹീനതയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ബലവാനായിരിക്കുന്നു, ഞാൻ ശക്തനായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ശക്തമായ വാക്കുകൾ പ്രിയമുള്ളവരെ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ നമുക്കൊന്ന് മാറ്റിക്കളയാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ചിന്താഗൺ മണ്ഡലം നമുക്കൊന്ന് ശരിയായ നിലയിലേക്ക്, അത് ദൈവത്തിലേക്ക് നമുക്കൊന്ന് അർപ്പിച്ചു കഴിഞ്ഞാൽ, അത് വിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്നതായി തീരുവാൻ കഴിഞ്ഞാൽ, അത് ദൈവം പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലായി തീരുവാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്നാൽ എന്താണ്? ദൈവത്തെ അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം പറയാത്ത ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ട്, ഏതെങ്കിലും പൊട്ടക്കാര്യങ്ങൾ വിശ്വസിച്ചിട്ട്, പറയാത്ത കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ എന്താണ്? ദൈവത്തെ അവന്റെ വചനത്തിൽ വിശ്വസിക്കുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് വിശ്വസിച്ചത് എന്താണ്? തന്റെ വിശ്വാസം എന്താണ്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞെന്താണ്? കർത്താവ് പറഞ്ഞു, ഞാൻ രോഗത്തെ അല്ല നീക്കി തരുന്നത്, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി നിന്റെ മേൽ തികഞ്ഞു വരുന്നു. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ ദൈവദാസന്മാരെ, ദൈവജനമേ, കേൾവിക്കാരെ, പ്രൈസ് ദി ലോർഡ്, എന്താണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്? നമ്മൾ പലതിലും ബലഹീനരായിരിക്കാം, പലതിലും തകർന്നിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ, ദൈവത്തിന്റെ ഒരു വാക്ക്, ദൈവത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ, ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ശക്തിയായി തീരണം. അതിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ബലഹീനനാണെങ്കിൽ, യെസ് ബലഹീനനാണ്, എന്നാൽ അതിനേക്കാൾ ഉപരിയായ ദൈവശക്തിയുടെ ആധിക്യം എന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ രോഗിയായിരിക്കുമ്പോൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, എനിക്ക് വിടുതലില്ലാതിരിക്കുമ്പോൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ശാരീരികമായി തകർന്നിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി എന്റെ മേൽ വരുന്നത് കൊണ്ട് അനേക രോഗികളെ സൗഖ്യമായി വരുന്നു, അനേക ഭൂതങ്ങൾ വിട്ടുപോകുന്നു. എന്റെ ടവൽ, എന്റെ റൂമാല് പോലും പ്രൈസ് ദൈവശക്തിയുള്ളതായി തീരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലന് പറയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എന്താ കാരണം? ദൈവത്തിന്റെ വാക്ക്, എന്റെ കൃപ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മാനസികമായ സംഘർഷത്തിൽ, പല പല സാഹചര്യങ്ങളിൽ നമ്മൾ ബലഹീനരായി, കഷ്ടതയിൽ, വേദനയിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ചിന്തിക്കുക, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചിരിക്കുകയാണ്. നമ്മുടെ ബലഹീനത അതവിടെ കടന്നുകൊള്ളട്ടെ. എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ദൈവശക്തിയുടെ ആഴം നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുന്നു. ഈ അത്യന്ത ശക്തി എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ പകരുവാൻ അവൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ നമുക്ക് ഓർക്കുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മശക്തി, അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ്? ഒന്നുമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ ഇടയായി തീരട്ടെ. സാമ്പത്തിക പ്രതിസന്ധികളാണോ, മറ്റു പല ആത്മീയ ശാരീരിക ക്ലേശങ്ങളാണോ, മാനസിക സംഘർഷങ്ങളാണോ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരമാണോ, ഇത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം അത് ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ ആഴമായ ദൈവകൃപ നമ്മുടെ മേലുണ്ട് എന്ന വസ്തു നമ്മൾ മറന്നു കളയരുത്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പൗലോസ് അപ്പോസ്തലനെ പോലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശക്തി എന്തായി തീർന്നു? എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് മുഖാന്തരം ഞാൻ ശക്തനായി തീർന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് മനസ്സിനെ നമുക്ക് ദൈവസ്വരയാകരമാക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മനസ്സിനെ ഏൽപ്പിച്ചു തരികയാണ്. ഞാൻ നന്നായി ചിന്തിപ്പാൻ, നല്ല കാര്യങ്ങൾ ചിന്തിപ്പാൻ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവം അരുളി ചെയ്തിരിക്കുന്ന അരുളപ്പാടിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ, ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എന്നെ തന്നെ താഴ്ത്തി തരികയാണ്. കർത്താവേ, സ്തോത്രം. എൻ്റെ മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേൽ ദൈവത്തിന്റെ ശക്തി
വ്യാപരിക്കണമേ. അത് അവരുടെ ശരീരത്തിന്മേൽ അനുഭവിച്ചറിയുവാൻ കൃപ നൽകണമേ. അവരുടെ മനസ്സിന്മേൽ അത് വ്യാപരിപ്പാൻ കൃപ നൽകണമേ. അവരുടെ മേൽ ഒരു വലിയൊരു രൂപാന്തരം ദൈവം അയക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ പ്രഭാത നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി പകർന്നു നൽകി തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ തികഞ്ഞവനാക്കി, ഞങ്ങളെ ശക്തനാക്കി, ഞങ്ങളെ ബലവാന്മാരാക്കി നിർത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം ആഴങ്ങൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവെ, നാഥാ, ഞങ്ങളെ ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കണം. വിശേഷാൽ തോമസ് സാറിനെയും തന്നോട് കൂടെയുള്ള എല്ലാ അംഗങ്ങളെയും, തൻ്റെ കുടുംബത്തെയും, തൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ല്. കർത്താവെ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ഞങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തോടെ മുമ്പോട്ട് നയിക്കണം. അങ്ങിൽ വിശ്വസിപ്പാനും ആശ്രയിപ്പാനും അങ്ങയുടെ ശക്തിയിൽ ഞങ്ങൾ ജീവിപ്പാനും കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രഭാത നിമിഷത്തിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് മുമ്പോട്ട് നയിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ നമുക്കായിരിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ ദേവാ അടിയനിതാ. രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം നീ എന്റെ രക്ഷകനും നീ എന്റെ വൈദ്യനും നീ എന്റെ ആലംബവും നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ
പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനൻ സർവ